ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചും കൂടിയിട്ടാണ് കേട്ടോ പൂടുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മൊത്തം വണ്ടികളായിരിക്കും. കാരണം ഞാൻ ഇവിടെ ഷോപ്പിലിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ മാത്രം കേട്ടോ. ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ ഇച്ചു സമ്മതിക്കണില്ല. അപ്പോൾ അത് കാരണം അവനും കൂടെ എണീറ്റ് പോന്നു. അപ്പോൾ അവനും ഭയങ്കര വാശിയായിരുന്നു കേട്ടോ രാവിലെ മുതലേ. കാരണം ഉറക്കം ശരിയാവാത്ത കാരണം ഭയങ്കര വാശിയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒപ്പം എന്താ പറയുക പൂടുന്നതൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. എപ്പോഴും എൻ്റെ കയ്യിലൊരു കാറുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. കുട്ടി അലമ്പൊന്നുമില്ല, കുട്ടി സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകട്ടെ. ലച്ചുവിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഈ പൂടാനും കാര്യങ്ങൾക്കൊക്കെ ലച്ചുവിനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ ബാക്കിൽ കിടന്ന് ഇങ്ങനെ ഇതാവാണ് ആള്. അപ്പം അങ്ങനെ പുറത്തേക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പുറത്തേക്ക് പോകുന്നില്ല, അവിടെ വരെ നിൽക്കുകയുള്ളൂ. നമ്മളുള്ളത് കൊണ്ട് പോവില്ല പുറത്തേക്ക്. അപ്പോൾ കാറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് എടുക്കുക, അതൊക്കെയാണ് അവൻ്റെ കളികൾ. രാവിലെ ലച്ചിതോ ലഞ്ഞ് മറ്റേ ടൈം ടേബിളൊക്കെ ഇതാക്കിയിട്ട് എടുത്ത് വയ്ക്കലൊക്കെയാണ്. പിന്നെ ഞാൻ വാതിലടച്ചതിനുള്ള കിടക്കലാണ് കേട്ടോ അത്, വാശി പിടിച്ചിട്ട്. പിന്നെ എൻ്റെ ചെറിയ ചെറിയ പരിപാടികളിലേക്ക് ഞാൻ പോയി, ചായ കുടിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവനവിടെ ഉറക്കം ശരിയാവാത്ത കാരണം ആകെ കൂടി ഒരു ഇതായിട്ടാണ് കിടക്കണം. പിന്നെ ലച്ചുവിൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ, അവളുടെ മുടികെട്ടൽ കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. പോണേക്കാൻ മുന്നേ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണം പോകണമെങ്കിൽ. അപ്പം അങ്ങനെ ഇച്ചുവിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എണീറ്റതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവനുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു മടിയൊക്കെ തന്നെയായിരുന്നു രാവിലെ തന്നെ. ഇപ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആൾ ഉറക്കാനുള്ള ഒരു സെറ്റപ്പിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതാ ഉറങ്ങി പോവാറായിട്ടുണ്ട്. അങ്ങനെ ഇച്ചു ഉറങ്ങി. ഞങ്ങൾ ജൂബിലിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അച്ഛനൊരു ചെക്കപ്പ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ തൃശ്ശൂരൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഓണത്തിൻ്റെ ഇതായ കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, മറ്റേ നേഴ്സിൻ്റെ മറ്റേ സമരമൊക്കെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു ആളുടെ അടുത്ത്, ഓട്ടോചാടിൻ്റെ അടുത്ത്. അതൊക്കെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിരുന്നു. വേഗം കയറ്റി കേട്ടോ, അധികം ടൈം ഇരിക്കേണ്ട വന്നില്ല, വേഗം കണ്ടിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.